Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ സി എസ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം BBA 6th സെമസ്റ്റർ എക്സാംസ് ഏപ്രിൽ 4 തീയതി മുതൽ ആരംഭിക്കുകയാണ്. സ്മാർട്ട് സ്റ്റഡി വീഡിയോസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. ഓൾറെഡി ബികോം 6th സെമസ്റ്റർ സ്റ്റുഡൻസിന്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോസ് 4 സബ്ജക്ട്സിന്റെയും അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷനാണ് നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇതുവരെ ചെയ്തിട്ടുള്ള വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ കാണാം. സ്മാർട്ട് സ്റ്റഡിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇന്നത്തെ വീഡിയോയിൽ ബികോം 6th സെമസ്റ്റർ സ്റ്റുഡൻസിന്റെ ഫിനാൻസ് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള കുട്ടികളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റാണ് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ്. ഈ ഒരു സബ്ജക്റ്റിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന SI ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം BBA എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിന്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടുള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. നമ്മുടെ പ്രത്യേകത എന്ന് പറയുന്നത് കുറച്ച് സമയം കൊണ്ട് തന്നെ എൻറ്റയർ സബ്ജക്റ്റ് നല്ല രീതിയിൽ പഠിപ്പിച്ച് അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം നമുക്ക് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് നമുക്ക് ടെക്നിക്കലായിട്ട് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു സബ്ജക്റ്റാണ്. സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. എന്നാലും 4 essaysൽ ഏകദേശം ഒരു 1-2 ചോദ്യങ്ങൾ വളരെ ഈസിയസ്റ്റ് ആയിട്ടുള്ളതും 2 ചിലപ്പോൾ ഒരു ടഫ് ആയിട്ടുള്ളതും വരാറുണ്ട്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ചോദ്യം ബേസിക്സ്, അതിൽ നിന്ന് എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് 1-2 ചോദ്യങ്ങൾ. സോ വാട്ട് ആർ ഡെറിവേറ്റീവ്സ്? ദെൻ അതിൻ്റെ ക്ലാസിഫിക്കേഷൻ നിർബന്ധമായും പഠിച്ചിരിക്കണം കേട്ടോ. നമുക്ക് വീണ്ടും പ്രതീക്ഷിക്കാം. What are the important classification of derivatives? റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്, നിർബന്ധമായും നോക്കിയിരിക്കണം. നെക്സ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്ന മറ്റൊരു ചോദ്യം, ഡിസ്കസ് വാരിയസ് സ്റ്റോക്ക് മാർക്കറ്റ്. ബേസിക്സ് തന്നെയാണ്. സ്റ്റോക്ക് മാർക്കറ്റ് ഡെറിവേറ്റീവ്സ് ഇൻ ഇന്ത്യ. ഓക്കെ, നിർബന്ധമായി നോക്കുക. ഒക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ ഇത്. ദെൻ നെക്സ്റ്റ് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ചോദ്യം, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ്. നിർബന്ധമായും പഠിച്ചിരിക്കണം കേട്ടോ. നമ്മൾ വീണ്ടും പ്രതീക്ഷിക്കുന്നുണ്ട് ഈ ഒരു ചോദ്യം. 2 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളതാണ്. Influencing the growth of financial derivatives derivative markets in India. ഇതും റിപ്പീറ്റ് ക്വസ്റ്റ്യൻസിൽ നമുക്ക് പറയാൻ സാധിക്കുന്ന ഒന്നാണ്. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ദെൻ നെക്സ്റ്റ് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള മറ്റൊരു ചോദ്യം, എക്സ്പ്ലെയിൻ മേജർ പ്ലേയേഴ്സ് ഓർ അല്ലെങ്കിൽ നമുക്ക് പറയാം പാർട്ടിസിപ്പൻസ് ഓഫ് ഡെറിവേറ്റീവ് മാർക്കറ്റ്സ്. നിർബന്ധമായി നോക്കാം. അപ്പോൾ ഇതൊക്കെ ഈസിയസ്റ്റ് ആയിട്ടുള്ള 4 ടോപ്പിക്സ് ആണ് ഞാൻ പറഞ്ഞത്. ഇതിലേതെങ്കിലും ഒരെണ്ണം മിനിമം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം കേട്ടോ ക്വസ്റ്റ്യൻ പേപ്പറിൽ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മിക്ക പേപ്പറിലും വരാറുള്ളതാണ്, ഫ്യൂച്ചേഴ്സിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ നിർബന്ധമായും അത് നോക്കിയിരിക്കണം കേട്ടോ. സോ എന്താണ് ഫ്യൂച്ചർ കോൺട്രാക്റ്റ്? ദെൻ അതിൻ്റെ ടൈപ്സ്. ഓക്കെ, ഇതാണ് ഒരു essay ചോദ്യം. ഇതിനായിട്ട് മുമ്പത്തെ പേപ്പറിൽ വന്നിട്ടുള്ളതാണ്. ദെൻ ഫ്യൂച്ചേഴ്സിനെ തന്നെ റിലേറ്റ് ചെയ്തിട്ടുള്ള മറ്റൊരു ചോദ്യം വന്നിട്ടുള്ളത്, ഡിസ്കസ് the methods of settlement of
ഫ്യൂച്ചേഴ്സ് അല്ലെങ്കിൽ ഫ്യൂച്ചർ കോൺട്രാക്ട് നിർബന്ധമായും നോക്കുക. ഇതിനായിട്ട് മുമ്പത്തെ പേപ്പറിൽ വന്നിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. ഇനി ഫ്യൂച്ചേഴ്സിന് തന്നെ റിലേറ്റ് ചെയ്തിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് റോൾ ഓഫ് ക്ലിയറിംഗ് ഹൗസ് in the future contract. അപ്പോൾ ഫ്യൂച്ചർ കോൺട്രാക്ട് എന്താണ്, അതിൻ്റെ ടൈപ്സ് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. ഡിസ്കസ് ദി മെത്തേഡ്സ് ഓഫ് സെറ്റിൽമെൻറ്റ് ഓഫ് ഫ്യൂച്ചേഴ്സ് ചോദിച്ചിട്ടുള്ളതാണ്. റോൾ ഓഫ് ക്ലിയറിംഗ് ഹൗസ് ഇൻ ദി ഫ്യൂച്ചർ കോൺട്രാക്ട്. അപ്പോൾ ഇത് നിർബന്ധമായും ഞാൻ ഈ പറഞ്ഞ ചോദ്യങ്ങൾ നോക്കിയിരിക്കണം. ഫ്യൂച്ചറിനെ റിലേറ്റ് ചെയ്തുള്ള ഒരു ചോദ്യം പലപ്പോഴും വരാറുണ്ട്. ഇനി അതുപോലെ തന്നെ ഫോർവേഡ് ഒറ്റ പ്രാവശ്യമാണ് ചോദിച്ചിട്ടുള്ളത്. What is forward contract? അതുപോലെ തന്നെ അതിൻ്റെ അഡ്വാൻറ്റേജസും ലിമിറ്റേഷൻസും അതാണ് ചോദിച്ചിട്ടുള്ളത്. എക്സ്പ്ലെയിൻ ഇറ്റ്സ് അഡ്വാൻറ്റേജസ് ആൻഡ് ലിമിറ്റേഷൻസ്. ഫോർവേഡ് കോൺട്രാക്ട് എന്താണ്? What is a forward contract? Explain its advantages and limitations. Okay. Then മറ്റൊരു ക്വസ്റ്റ്യൻ സ്വാപ്പിനെ റിലേറ്റ് ചെയ്തിട്ട് കഴിഞ്ഞ പ്രാവശ്യം ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന എസ് ആണത്. വളരെ ഈസിയാണ്. വാട്ട് ആർ സ്വാപ്സ്, അതിൻ്റെ വാരിയസ് ടൈപ്സ്, ലാസ്റ്റ് ചാപ്റ്റർ വാരിയസ് ടൈപ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റൊരു എസ് ക്വസ്റ്റ്യൻ. സോ നെക്സ്റ്റ് ഓപ്ഷൻസ് ആണ്. ഓപ്ഷൻസ് പലപ്പോഴും കുട്ടികൾക്ക് പ്രസൻറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് പറയാറുണ്ട്, ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ. അപ്പോൾ എന്നാലും ഓപ്ഷൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓപ്ഷൻ അല്ല, നമുക്ക് 4 ചോദ്യങ്ങളുണ്ടല്ലോ, അതിൽ ഏതെങ്കിലും 2 എഴുതിയാൽ മതിയല്ലോ. സോ വാട്ട് ആർ ഓപ്ഷൻസ്, then explain the fundamental option strategies with suitable example. ടെക്നിക്കലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അതിൽ, അതുകൊണ്ടാണ് ഒരു ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ആണെന്ന് പലപ്പോഴും കുട്ടികൾ പറയാറ്. അതുപോലെ തന്നെ ഓപ്ഷനിലുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് സ്റ്റോക്ക് ഓപ്ഷൻ, then discuss the trading strategies in stock option. ഓക്കെ. അപ്പോൾ ഓപ്ഷൻസ് കുറച്ചൊരു ടഫാണ്. നമുക്ക് മറ്റുള്ള ഏരിയാസാണ് കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ട് ഇതിൽ പറയാൻ സാധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ള ചോദ്യം ഏതാണെങ്കിൽ അതെടുക്കാം. എന്തായാലും 4 എണ്ണത്തിൽ ബേസിക് ക്വസ്റ്റ്യൻസ് എന്തായാലും ഉണ്ടായിരിക്കും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഈ പറയുന്ന ഡെറിവേറ്റീവ് എന്താണ്, അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ അത് എഴുതാൻ ശ്രമിക്കുക കേട്ടോ, ടെക്നിക്കലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ടെങ്കിലും. അപ്പോൾ ഇതൊക്കെയാണ് എസ്സേ ടോപ്പിക്സ് എന്ന് പറയുന്നത്. 4 ചോദ്യങ്ങൾ ഇതിൽ നിന്ന് കിട്ടും. ഇതിൽ 2 എഴുതിയാൽ മതി. അപ്പോൾ ഞാൻ വീണ്ടും നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത് ബേസിക് ക്വസ്റ്റ്യൻസിലോട്ട് ഫോക്കസ് ചെയ്യാനാണ് കേട്ടോ. അപ്പോൾ നമ്പർ 1, വാട്ട് ആർ ഡെറിവേറ്റീവ്സ്, വാട്ട് ആർ ദി ഇമ്പോർട്ടൻറ്റ് ക്ലാസിഫിക്കേഷൻസ് ഓഫ് ഡെറിവേറ്റീവ്സ്. സ്റ്റോക്ക് മാർക്കറ്റ് ഡെറിവേറ്റീവ്സ് എന്താണ് ഇന്ത്യയിൽ, സെയിം കാര്യങ്ങളൊക്കെ തന്നെയാണ് രണ്ടിലും വരുന്നത്, ആദ്യത്തെ 2 ചോദ്യങ്ങളിലും. ദെൻ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദി ഗ്രോത്ത് ഓഫ് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ് മാർക്കറ്റ്സ് ഇൻ ഇന്ത്യ നിർബന്ധമായും പഠിച്ചിരിക്കണം. ദെൻ മേജർ പ്ലേയേഴ്സ് അല്ലെങ്കിൽ പാർട്ടിസിപ്പൻസ് ഇൻ ഡെറിവേറ്റീവ് മാർക്കറ്റ്സ് നിർബന്ധമായും പഠിക്കണം. ആദ്യത്തെ 4 ചോദ്യങ്ങളിൽ നിന്ന് എന്തായാലും ഒരെണ്ണം എക്സ്പെക്ട് ചെയ്യാം, ഷുവറാണ്, 1-2. ദെൻ ഫ്യൂച്ചർ കോൺട്രാക്ട് എന്താണ്, അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ്, അതിൻ്റെ മെത്തേഡ്സ്, സെറ്റിൽമെൻറ്റ്, ദെൻ റോൾ ഓഫ് ക്ലിയറിംഗ് ഹൗസ് ഇൻ ഫ്യൂച്ചർ കോൺട്രാക്ട്, ഫോർവേഡ് കോൺട്രാക്ട് എന്താണ് അതിൻ്റെ അഡ്വാൻറ്റേജസ്, ലിമിറ്റേഷൻസ്, സ്വാപ്പ് എന്താണ് അതിൻ്റെ ടൈപ്സ്, ദെൻ ഓപ്ഷൻസ്, ഫണ്ടമെൻ്റൽ ഓപ്ഷൻ സ്ട്രാറ്റജീസ്, അതുപോലെ തന്നെ വാട്ട് ഈസ് എ സ്റ്റോക്ക് ഓപ്ഷൻ, അതിൻ്റെ ട്രേഡിംഗ് സ്ട്രാറ്റജീസ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഓപ്ഷൻ ഡിഫിക്കൽട്ട് ആണെങ്കിൽ ബാക്കിയുള്ള ഏരിയാസിലൊക്കെ കൂടുതൽ ഫോക്കസ് ചെയ്യുക. ആദ്യത്തെ ഞാൻ 3-4 ടോപ്പിക്ക് പറഞ്ഞതും പിന്നെ ഫ്യൂച്ചറും ഫോക്കസ് ചെയ്താൽ തന്നെ 2 എസ്സേ കമ്പൽസറി ആയിട്ട് കിട്ടും. ആദ്യത്തെ ഒരു 5 എസ്സേ നോക്കിയാൽ അതിൽ നിന്ന് 2 മിക്കതും കിട്ടും നിങ്ങൾക്ക്, ഷുവറാണ്. ഓക്കെ. സോ ഇതൊക്കെയാണ് നമ്മൾ എസ്സേക്ക് പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങൾ കേട്ടോ. ആദ്യത്തെ കുറച്ച് ചോദ്യങ്ങൾ ഇതാണ്, പിന്നെ വരുന്ന ഇതാണ്.
ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. നെക്സ്റ്റ് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് എയിലുള്ള 2 മാർക്സിന്റെ ചോദ്യങ്ങളും പാർട്ട് ബിയിലുള്ള 5 മാർക്സിന്റെ ചോദ്യങ്ങളും ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.